സംസ്ഥാനത്തെ ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികളുടെ സർവോന്മുഖ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തവനൂർ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികളുടെ സർവോന്മുഖ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികളുടെ വ്യക്തിത്വ, ശാരീരിക, ബൗദ്ധിക, സർഗവൈഭവ വികസനത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി പ്ലാൻ ഫണ്ടിനോടൊപ്പം CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ചൈൽഡ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും തന്നെ അവർ രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. അവര് യഥോചിതം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിൽ, അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ഹോമുകളിലും ഉണ്ടാകണമെന്നുള്ളത്. തവനൂർ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന കായികമേളയിലും ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലും ഉന്നത വിജയം നേടിയ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ, തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി, തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.